ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 81 ശ്ലോകം 7-8. മുരസ്ത്വാം പഞ്ചാസ്യോ ജലധിവനമധ്യാദുദപദത് സചക്രേ ചക്രേണ പ്രദലിതശിരാമംക്ഷുഭവതാം ചതുർദന്തൈർദന്താവളപതിഭിരിന്ധാനസമരം രഥാംഗേന ഛിത്വാ നരകമകരോസ്തീർണ നരകം സ്തുതോ ഭൂമ്യാ രാജ്യം സപതി ഭഗദത്തേസ്യ തനയേ ഗജം ചൈകം ദത്വാ പ്രജിഘൈതനാഗാൻ നിജപുരീ ഖലേനാബദ്ധാനാം സ്വഗതമനസാം ഷോഡശ പുനഃ സഹസ്രാണി സ്ത്രീണാമപി ച ധനരാശിം ച വിപുലം. മുരഃ ത്വാം പഞ്ച ആസ്യഃ ജലധിവനമധ്യാദുദപതത് സഹ ചക്രേ ചക്രേണ പ്രദലിത ശിരാ മംക്ഷു ഭവതാ ചതുഃ ദന്തൈഃ ദന്താവളപതിഭിഃ ഇന്ധാന സമരം രഥാംഗേന ഛിത്വാ നരകം അകരോഃ തീർണ നരകം. സ്തുതഃ ഭൂമ്യാ രാജ്യം സപദി ഭഗദത്തേ അസ്യ തനയേ ഗജം ച ഏകം ദത്വാ പ്രജിഘയിത നാഗാൻ നിജപുരീം ഖലേന ആബദ്ധാനാം സ്വഗത മനസാം ഷോഡശ പുനഃ സഹസ്രാണി സ്ത്രീണാം അപി ച ധനരാശിം ച വിപുലം. പദങ്ങൾ. ഹരേ കൃഷ്ണ. പഞ്ചാസ്യഃ മുരഃ ജലധിവനമധ്യാദ് ത്വാം ഉദപതത്. 5 മുഖങ്ങളുള്ള മുരാസരൻ. എന്താ പലതരം കിടങ്ങുകൾ ഇരിക്കുക തന്നെ. അന്ത കിടങ്ങില് ജലത്തുക്കുള്ള ഇരുന്നിരുന്ന அந்த മുരാസുരൻ ചാടി വിഴുന്ന. സഹ ഭവത ചക്രേണ മംക്ഷു പ്രദലിത ശിരാഹ ചക്രേ. ഉടനെ ഭഗവാൻ തന്നോട് ചക്രത്തെ എടുത്ത്, സുദർശന ചക്രത്തെ എടുത്ത് அந்த മുരാസുരനോട് തലയെ ഛേദനം പണിനാർ. ചതുർദന്തൈഃ ദന്താവളപതിഭിഃ ഇന്ധാന സമരം നരകം രഥാംഗേന ഛിത്വാ തീർണ നരകം അകരു. ഗംഭീരന്മാരാന 65 4 കൊമ്പുള്ള ആനകൾ അതേം കൊണ്ട് വന്ന നരകാസുരനെയും തന്നോട് സുദർശനത്തിനാല് വധം പണി നരകത്തിക്ക് ചൊല്ലി അനുപ്പിനാർ. അല്ല, നരകത്തിലേന്ത് നരകം അകരോഹു, നരകത്തിലേന്ത് മോക്ഷം കൊടുത്ത അതിലേന്ത് അകരോഹെന്ന കേറി വറത്. നരകത്തിലേന്ത് കേറി വറത്തുക്കാന് ഒരു സന്ദർഭം ഉണ്ടാക്കിനാർ എന്ന് പറഞ്ഞാൽ അവർക്ക് മോക്ഷം കൊടുത്താർന്നാക്കും. പഞ്ചാസ്യഃ മുരഃ. പഞ്ചാസ്യം എന്ന സിംഹം എന്നർത്ഥമുണ്ട്. അത് വന്ന് ജലധിവനമധ്യാത് കാട്ടില്. ജലധി വനമധ്യാത് തന്നെ കാട്ടില് എന്നൊരു അർത്ഥമുണ്ട്. അപ്പൊ കാട്ടിലെ സിംഹത്തിക്ക് ശക്തി ജാസ്തിയാക്കുന്നില്ല, കാട്ടിലെ സിംഹം രാജാവാക്കും. അതേപോലെ ഇവൻ നരകാസുരൻ അങ്ങ് രാജാവായിട്ട് വാഴ്ന്നിരുന്ന എല്ലാരെയും അടക്കി വെച്ച് ദേവേന്ദ്രനോട് അമ്മയോട് കുണ്ടലങ്കള വരെ കൊണ്ടുവരണം എന്നുണ്ടാനെ പാത്തുങ്കോ. അപ്പൊ അത്രയും ശക്തി ഇരുന്ന അന്ത നരകാസുരന് അവനോട് പാലകനായിരുന്നത് മുരാസുരൻ. മുരാസുരനെയും നരകാസുരനെയും 2 പേർക്കും മോക്ഷം കൊടുത്താർ. സപതി ഭൂമ്യാ സ്തുതഃ അസ്യ തനയേ ഭഗദത്തേ രാജ്യം ഏകം ഗജം ച ദത്വാ. അപ്പൊ എന്താ 4 കൊമ്പുള്ള ആനകൾ. ഇതിലെ മാത്രം മഹാഭാരത യുദ്ധത്തിലെ ചൊല്ലിരിക്കാം.
2 കൊമ്പുള്ള ആനയെ കുത്തിക്കഴിഞ്ഞാൽ ரொம்ப കഷ്ടമാക്കും. 4 കൊമ്പുള്ള ആനയ്ക്ക് കൊഞ്ചം കൂടി ശക്തി കൂടും. ഇപ്പഴേ 65 ആനകൾ ഉണ്ടായിരുന്നു വെളിച്ചെണ്ണ. அந்த 65 ആനകളിലേന്ത് ഒരാനയെയും രാജ്യത്തെയും നരകാസുരനോട് പുള്ളയാന ഭഗദത്തനക്ക് കൊടുത്ത. അതെന്നത്തുന്നാല സപതി ഭൂമ്യാ സ്തുത. ഭൂമിദേവി വന്ന് സ്തുതിക്കറാളാം. എന്നോട് പുള്ളയ വധം പണിവിട്ടാൽ നരകാസുരൻ നല്ലവനായിരിക്കല്, ആനാക്കൂടി ആന വധം പണിവിട്ടാൽ ഇനിയിപ്പോൾ அந்த കുടുംബത്തെ പൂരാ അഴിക്കപ്പെടാതെ அப்படின்னு സ്തുതി பண்ண അസ്യ തനയെ ഭഗദത്ത് அந்த നരകാസുരനോട് പുത്രനാന ഭഗദത്തനുക്ക് രാജ്യത്തെയും കൊടുത്താൽ, 4 കൊമ്പനാനകളിലേന്ത് ഒരെണ്ണത്തെ കൊടുത്താൽ, നാഗാൻ നിജപുരി പ്രജിഖയിത ബാക്കിയുള്ള ആനകളെയെല്ലാം തന്നോട് നഗരം ദ്വാരകയ്ക്ക് ചൊല്ലിയനുപ്പിനാർ. പുനഃ ഖലേന ആബദ്ധാനാം സ്വഗത മനസാം സ്ത്രീണാം. അതുകൂടാക്കി ദുഷ്ടനാന നരകാസുരൻ പിടിച്ചു കൊണ്ടുവച്ച് ബന്ധിച്ചിരുന്ന സ്ത്രീകളെ, അതാണത് ഇവനക്ക് ഒരു ശാപം ഇരുന്നത് നരകാസുരനക്ക്. അവൻ ഏതാവതൊരു സ്ത്രീയെ പ്രാപിക്കണം എന്നുണ്ടാൻ ആ സ്ത്രീക്ക് ഇഷ്ടമിരുന്നാൽ മാത്രം നാം പ്രാപിക്കപ്പെട്ട, അല്ലാതെ പ്രാപിക്കപ്പെട്ടാത്. ഇപ്പിടി പിടിച്ചെന്ന് വരപ്പെട്ട സ്ത്രീകളിലൊന്നും തയ്യാറല്ല. അപ്പൊ അവല്ല എനിക്കാതും മനസ്സ് മാറുകയിലിട്ട് എല്ലാരും കൊണ്ടുവന്നത് തന്നോട് ജയിലിൽ കൊണ്ട് പോട്ടിരുന്നാർ. അപ്പൊ അവ ആരും താല്പര്യം കാട്ടായിക്ക് വന്നു കഴിഞ്ഞപ്പോ അപ്പടിയുള്ള 16 സഹസ്രാണി 16,000 സ്ത്രീകൾ, ചിലയിടത്തിലെ 16,100 എന്നെല്ലാം ചൊല്ലുക. 16,000 സ്ത്രീകൾ, അനേകം സ്ത്രീകൾ എന്നുള്ളത് അതൊക്കെല്ലാം അർത്ഥമുറത്. അപീച്ച വിപുലം ധനരാശിച്ച, അവളെ മാത്രമല്ല നിറയെ ധനസമൂഹം നിറയെ ഇരുന്നതാമങ്ക അതെയും എല്ലാം കൊണ്ടുപോയി എങ്കാനിപ്പിനാർ ദ്വാരയ്ക്കനിപ്പിനാർ. അപ്പൊ ഇത് ഇത്രയും സ്ത്രീകളെല്ലാം വിവാഹം ചെയ്യപ്പെട്ടത് ശരിയാക്കുമോ എന്നെല്ലാം കേട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഒരർത്ഥം സാധാരണ ആചാര്യന്മാർ ചൊല്ലപ്പെട്ടത് ഇപ്പിടിന്ന ഇത്രയും സ്ത്രീകളെ കൊണ്ട് വെച്ചെന്നിരിക്ക. പണ്ടത്തെ കാലമാക്കുന്നതും കൂടി ഓർക്കണം. ഇവാളെ തിരുപ്പി വാത്തക്ക് വിട്ട് കഴിഞ്ഞാൽ ആരാവത വാളെ അക്സെപ്റ്റ് பண்ணுவாള, വേറൊരാളെ വാളെ വിവാഹം കഴിച്ച് സ്വന്തം ജീവിതത്തിക്ക് കൊണ്ടുവരുവാള കൊണ്ടുവരമാട്ട. അപ്പൊ ഇവാളെല്ലാം പിന്നീട് വേശ്യാവൃത്തിയോ അതുപോലുള്ള ഏതാവത് കാര്യങ്ങൾക്ക് തിരുമ്പേണ്ടി വരും. അവൾ അന്തൊരു രീതിയിലാണ് ആളുകൾ സമൂഹം കാണുക. ഇപ്പൊ ഒരു റെവല്യൂഷനൊക്കെ ശരിക്ക് കൃഷ്ണനൊക്കെ ചെയ്തത്. വാൾക്ക് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്ത, കൃഷ്ണപത്നി എന്നുള്ള ഒരു പദവി കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് വരപ്പെട്ടെന്തൊരു സ്റ്റാറ്റസ്, സോഷ്യൽ സ്റ്റാറ്റസ് എന്നായിരിക്കും. വേശ്യാപദവി എന്നുള്ളതും കൃഷ്ണപത്നി എന്നുള്ള പദവിയും അവൾക്കൊപ്പം അവ ചെന്ന ഞങ്ങളെല്ലാവരും ഇതാ കടലിൽ പോയി ചാടപ്പുറം കൃഷ്ണാവലി ചെന്നപ്പോഴാക്കും അവളെല്ലാവരെയും ചൊല്ലിയനുപ്പുറം. ഇനി അടുത്ത ശ്ലോകത്തിൽ അവളെല്ലാവരെയും വിവാഹം കഴിപ്പാന്നുള്ളതും ചൊല്ലും. ഒരേ സമയത്തിൽ വിവാഹം നടക്കുന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ കാണും. ഹരേ കൃഷ്ണ.